നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചുകുട്ടികളിൽ തുടങ്ങി പ്രായഭേദമന്യേ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം അഥവാ ഒബിസിറ്റി. ജീവിത നിലവാരം ഉയർന്നതോടെ അമിതവണ്ണവും മറ്റ് അനുബന്ധ രോഗങ്ങളും കൂടുവാനും സാധ്യതയേറെയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമിതവണ്ണവും മറ്റ് അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ചാണ്. ഞാൻ സിൽജു മുഹമ്മദ്. ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോപ്രാക്ടർ. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം സംഭവിക്കുന്നത്? എന്തെല്ലാമാണ് അതിന് കാരണങ്ങൾ? നമ്മുടെ തൂക്കം പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മുടെ ജീവിത രീതി എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മൾ അമിതമായി ആഹാരം കഴിക്കുന്നതും അതിനനുസരിച്ച് വ്യായാമം ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നത് അമിതവണ്ണത്തിന് ഒരു പ്രധാന കാരണമായി തീരുന്നു. അമിതമായി കഴിക്കുന്ന കാലറി ഫാറ്റായി നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അമിതമായി ആഹാരം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും അമിതവണ്ണം സംഭവിക്കാം. പ്രധാനമായും ജനിതകമായ ചില കാരണങ്ങൾ കൊണ്ട്, അതായത് നമ്മുടെ മാതാപിതാക്കൾ അമിതവണ്ണമുള്ളവരാണ് എങ്കിൽ നമ്മൾ മക്കളിലും അമിതവണ്ണത്തിന് സാധ്യത വളരെയേറെയാണ്. അതുപോലെ തന്നെ മറ്റ് പല മെഡിക്കൽ കണ്ടീഷനിൽ, ഇപ്പോൾ PCOD ഉള്ളവരിൽ അമിതവണ്ണത്തിന് സാധ്യത കൂടുതലാണ്. TH ഹോർമോൺ, അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ വേരിയേഷനുള്ളവരിൽ അമിതവണ്ണത്തിന് സാധ്യത കൂടുതലാണ്. പിന്നെ ചില സ്റ്റിറോയിഡ് കലർന്ന മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മൂലം, അതായത് ഉറക്കക്കുറവ്, ആസ്മ ഇതുപോലെയുള്ള ചില മെഡിക്കൽ കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മൂലവും അമിതവണ്ണം സംഭവിക്കാം. പിന്നെ അനിയന്ത്രിതമായ ആഹാരവും വ്യായാമക്കുറവുമെല്ലാം അമിതവണ്ണത്തിന് ഒരു പ്രധാന കാരണമായി തീരുന്നു. നമുക്ക് അമിതവണ്ണമുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റാണ് ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതായത് 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് 160 സെൻറ്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ അയാളുടെ BMI എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 1.60 ഇൻറ്റു 1.60, ദാറ്റ്സ് ഈക്വൽ ടു 23.4. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന റീഡിങ് അത് നോർമലാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? സാധാരണ നിലയിൽ 18.5 മുതൽ 24.9 വരെ BMI നോർമൽ വെയിറ്റ് ആയിരിക്കും. 25 മുതൽ 30 വരെയാണ് കിട്ടുന്നതെങ്കിൽ ഓവർ വെയിറ്റ് ആയിരിക്കും. 30-ന് മുകളിൽ പോയാൽ അത് ഒബിസിറ്റി, പൊണ്ണത്തടിയായിരിക്കും. ചെക്ക് ചെയ്യുമ്പോൾ BMI ഇതുപോലെ ഒബിസിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് കുറയ്ക്കേണ്ട നടപടികൾ നോക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർക്ക് ഹെൽത്ത് റിസ്ക് കൂടുതലായിരിക്കും. മറ്റു പല അസുഖങ്ങൾക്കും സാധ്യത വളരെ ഏറെയാണ്. പിന്നെയുള്ള മറ്റൊരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് സർക്കംഫറൻസ് ആണ്. ഇത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടേപ്പ് എടുത്ത് നമ്മുടെ വയറിൻ്റെ പൊക്കിൾ ഭാഗത്ത് വെച്ച് ചുറ്റളവ് എടുക്കുക. സ്ത്രീകളിലാണെങ്കിൽ 80 സെൻറ്റിമീറ്ററിന് മുകളിൽ പോകാൻ പാടില്ല. പുരുഷന്മാരിലാണെങ്കിൽ 94 സെൻറ്റിമീറ്ററിനും മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ കുടവയറുള്ളവർക്ക് വെയ്റ്റ് സർക്കംഫറൻസ് കൂടുതലായിരിക്കും, അവർക്ക് ഹെൽത്ത് റിസ്ക് വളരെ കൂടുതലായിരിക്കും. ഇനി അമിതവണ്ണം മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അമിതവണ്ണം കൊണ്ട് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നവും മറ്റൊന്ന് അമിതവണ്ണം മൂലമുണ്ടാകുന്ന പ്രശ്നവും. അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ക്ഷീണം, ഉന്മേഷക്കുറവ്, നടക്കുമ്പോൾ കിതയ്ക്കുക, അമിതമായി വിയർക്കുക ഇവയൊക്കെയാണ്. എന്നാൽ അമിതവണ്ണം മൂലമുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഗ്യാസ്ട്രോ സംബന്ധമായ മറ്റു പല പ്രശ്നങ്ങൾ, അതുപോലെ വിഷാദരോഗം, ഫാറ്റി ലിവർ, പിന്നെ ഈ അമിതവണ്ണം പല തരത്തിലുള്ള ക്യാൻസറുകൾക്കും സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് കുറുക്കു വഴികളൊന്നുമില്ല. നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും ഈ വെയിറ്റ് ഞാൻ കുറയ്ക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കാൻ പറ്റിയാൽ, അതിനുവേണ്ടി പ്രയത്നിച്ചാൽ, കൃത്യമായ ഒരു കാലറി ഡെഫിഷ്യൻസി ഡയറ്റ് ഫോളോ ചെയ്താൽ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഈ അമിതവണ്ണം ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയാസിലും വരുന്ന ഇത്തരം വീഡിയോസുകൾ കണ്ട് ബ്ലൈൻഡായി ഫോളോ ചെയ്യാതിരിക്കുക. അതുമൂലം പല ഹെൽത്ത് ഇഷ്യൂസും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ സ്ഥിരം വാർത്തകളിൽ കാണുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഫിറ്റ്. ബൈ ബൈ.